തായ് മസാജ് ഇല്ലാതെ എന്ത് തായ്ലൻഡ് ട്രിപ്പ് അല്ലേ? ബാങ്കോക്കിലെ നമ്മുടെ അവസാന ദിവസം ഏൻഷ്യൻ സിറ്റിയും കണ്ട് മെട്രോ കയറി നമ്മൾ നേരെ പോയത് മെഗാ പ്ലാസയിലേക്കായിരുന്നു. ടോയ്സിന് വേണ്ടി മാത്രമുള്ള ഒരു മാളാണിത്. അനിയന് കുറച്ച് ഡൈകാസ്റ്റ് ടോയ്സും വാങ്ങിച്ച് നേരെ സാംപങ് ഹോൾസെയിൽ മാർക്കറ്റിലേക്ക് പോയി. കീ ചെയിൻ, വാട്ടർ ബോട്ടിൽ, തുണികൾ, സ്റ്റേഷനറി ഐറ്റംസ്, മറ്റ് ആക്സസറീസ്, പിന്നെ എന്തൊക്കെയൊക്കെ ആയിട്ട് മറ്റൊരു മായാലോകം തന്നെ ഇവിടെ. ബാർഗൻ ചെയ്ത നല്ല വിലക്കുറവിൽ സാധനങ്ങൾ കിട്ടുകയും ചെയ്യും. ഈ മാർക്കറ്റിൽ വരുന്നവർ ശ്രദ്ധിക്കുക, വൈകിട്ട് 5 മണി വരെ ഈ മാർക്കറ്റുള്ളൂ. അവിടെ നിന്ന് നടന്നു കഴിഞ്ഞാൽ നേരെ എത്തുന്നത് ചൈന ടൗണിലേക്കാണ്. മിന്നിത്തിളങ്ങുന്ന ചുവന്ന ലാൻഡേൺസ് കണ്ടപ്പോൾ തന്നെ നമ്മൾ ഇനി ശരിക്കും ഏതോ ചൈന നഗരത്തിലെത്തിയതുപോലെ തോന്നിപ്പോയി. ഇവിടുത്തെ ഫുഡ് സ്ട്രീറ്റിലെ കാഴ്ചകളും പലതരം വിഭവങ്ങളുടെ സ്മെല്ലും എല്ലാം ഒരു വൈബ് തന്നെ. നാട്ടിലേക്ക് കുറച്ച് സ്വീറ്റ്സും തായ് ടീയും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ നേരെ പോയത് ബിഗ് സി സൂപ്പർ മാർക്കറ്റിലേക്കായിരുന്നു. അവിടുന്ന് ഇറങ്ങിയപ്പോഴാണ് ഓർത്തത്, തായ്ലൻഡിൽ വന്നിട്ട് തായ് മസാജ് ചെയ്യാതെ എങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ ഒരു ഫുഡ് മസാജ് വിത്ത് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചെയ്യാവുന്നതായി. 300 ബാത്തായിരുന്നു റേറ്റ്. ഇത്രയും നടന്ന് ക്ഷീണിച്ച് നമ്മുടെ കാലുകൾക്ക് ഏതോ സ്വർഗത്തിലെത്തിയൊരു ഫീൽ ആയിരുന്നത്. നിങ്ങൾ തായ്ലൻഡ് വരുവാണെന്നുണ്ടെങ്കിൽ ഇത് ഒരിക്കലും മിസ്സാക്കരുത്. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ തന്നെ ഹോട്ടൽ ചെക്കൗട്ട് ചെയ്ത് നമ്മൾ എയർപോർട്ടിലേക്ക് തിരിച്ച്. ബാഗേജ് ഡെപ്പോസിറ്റ് കൗണ്ടറിലേക്കുള്ള എൻ്റെ വൈഫിൻ്റെ നടത്തം കണ്ടാൽ തന്നെ അറിയാം, തിരികെ പോകാൻ പുള്ളിക്കാരിക്ക് ഒട്ടും താല്പര്യമില്ല. അടുത്ത യാത്ര എങ്ങോട്ടെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ അടുത്ത് വൈഫിൻ്റെ ചോദ്യം നേരെ തിരിച്ചായിരുന്നു, ഇനി എന്നാ തായ്ലൻഡിലേക്കെന്ന്. ഒരുപാട് സന്തോഷവും ഓർമ്മകളും കുറച്ച് വിഷമവും ഒക്കെ ആയിട്ട് നമ്മുടെ വിമാനം അങ്ങനെ ടേക്ക് ഓഫ് ചെയ്തു. നമ്മുടെ തായ്ലൻഡ് യാത്രയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻ്റ് ആയിട്ട് കഴിഞ്ഞാൽ ഞാൻ അടുത്തൊരു വീഡിയോയിൽ എനിക്കറിയാവുന്ന പോലെ അതിനൊക്കെ മറുപടി തരാൻ ശ്രമിക്കാം. നന്ദി.